തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ സന്ദർശിച്ചു. പാലാ കുരിശുപള്ളിയിലെത്തിയ സുരേഷ് ഗോപി മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു കൂടിക്കാഴ്ച. ബിഷപ്പിനെ കണ്ടത് സ്വകാര്യ സന്ദർശനമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. നിശബ്ദ പ്രചരണം മണ്ഡലത്തിൽ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. ബിഷപ്പ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതുകൊണ്ടാണ് വന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതെൻ്റെ പ്രൈവറ്റ് വിസിറ്റാണ്. എനിക്ക് അരുവിത്ര പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു. അതിന് ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു. ആ കൂട്ടത്തിൽ നടക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാതലിനാണ് വിളിച്ചത്. പ്രാതൽ കഴിച്ചു. PR പ്രവീണ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. PR പ്രവീണ, അതൊരു രാഷ്ട്രീയ പ്രാതലായിരുന്നോ? തീർച്ചയായും. കാരണം BJP ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദാണ്. എല്ലായിടത്തും എല്ലാ സ്ഥാനാർത്ഥികളും മോദിയുടെ ഗ്യാരണ്ടി പറയുന്നതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ചാണ്. ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്ക് കേരളത്തിൽ ഉപയോഗിച്ച ഏറ്റവും പ്രമുഖ ബിഷപ്പുമാരിൽ ഒരാളാണ് പാലാ ബിഷപ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. കൂടുതലും ഈ പാലാ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ, അതൊരു കോട്ടയക്കാരുടെ കണക്കാണ്, ഏറ്റവും കൂടുതൽ ആളുകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നതൊക്കെ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ചാണെന്നാണ് പറയുന്നത്. എന്തായാലും തൃശ്ശൂർ മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ അതെങ്ങനെ BJPക്ക് അനുകൂലമാക്കാം എന്നുള്ള കൂടി ചർച്ചയുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NDAയുടെ ഒരു സ്ഥാനാർത്ഥി പോലും ലവ് ജിഹാദ് എന്നുള്ള വിഷയം വിട്ടിട്ടൊരു പ്രചരണം ഉണ്ടായിരുന്നില്ല. അതിന്റെ എല്ലാം കൂടി പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനത്തെ കാണേണ്ടത്. എന്തൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യം അതിന്റെ സ്വകാര്യ കാര്യമാണ്. ചില നേർച്ചകളും മറ്റും ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അദ്ദേഹം പെരുന്നയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് താനിപ്പോൾ പറയുന്നില്ല എന്നായിരുന്നു മറുപടി. എന്തായാലും മത സാംസ്കാരിക ജാതി സംഘടനാ നേതാക്കളെയൊക്കെ കാണാനുള്ള യാത്രയിലാണ് ഇന്ന് സുരേഷ് ഗോപി എന്ന് വേണം കരുതാൻ. ഓക്കെ, PR പ്രവീണയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് തികച്ചും സ്വകാര്യമായൊരു സന്ദർശനമായിരുന്നു പാലായിലെ എന്നുള്ളതാണ്. വീണ്ടും ഈ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നൊരു സാഹചര്യത്തിൽ ഈ സന്ദർശനത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. പ്രത്യേകിച്ച് നിശബ്ദ പ്രചരണം നടക്കുന്ന ദിവസമാണ്. ആ ദിവസമാണ് പാലായിലെ ബിഷപ്പിനെ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി പോയി കണ്ടിരിക്കുന്നത്. ഏതു വിധത്തിലും ഒരു വോട്ടും ചോരാതെ അതെല്ലാം ബാലറ്റ് ബോക്സിൽ കൃത്യമായിട്ട് എത്തിക്കാൻ സ്ഥാനാർത്ഥികളും മുന്നണികളും ഇന്നിപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ട സമുദായ വോട്ടുകൾ, മത വോട്ടുകൾ, ജാതി വോട്ടുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ മനുഷ്യൻ്റെ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിൽ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കും, എല്ലാ സ്വാധീനവും ഉപയോഗിക്കും, എല്ലാ മുന്നണികളും ഉപയോഗിക്കും. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു സവിശേഷമായ സാഹചര്യം കൂടിയാണ്.